സന്ധ്യ നേരത്തെ വെറുതെ ഇരിക്കുകയാണ്. എല്ലാവർക്കും ഒരു നമസ്കാരം. നമ്മൾ വിചാരിക്കും ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ചെറിയ കുട്ടികളാണ്, അവർക്ക് അറിവും ബോധമൊന്നും ഇല്ലെന്ന്. തെറ്റാണ്. 50 വയസ്സുള്ളവരെക്കാളും ബുദ്ധിയും ബോധവും അറിവും ക്രിമിനൽ ബുദ്ധിയുമുള്ള പിള്ളേരാണ്. ഞങ്ങളുടെ നാട്ടിൽ, ഞങ്ങളുടെ സ്ഥലത്തു നിന്ന് ഒരു 5 കിലോമീറ്റർ അപ്പുറത്ത് സ്കൂളിൻ്റെ പ്രിൻസിപ്പാളിനെ കൊല ചെയ്തിട്ട്, ആ മാഡത്തിനെ കൊന്നിട്ട് 10 ദിവസത്തിന് മേലെയായി. ഇതുവരെ കിട്ടിയില്ല. ഇന്ന് അതിൻ്റെ ഒരു 90% ഒരു വിവരം കിട്ടി. ആ മാഡത്തിനെ കൊന്നത് അതേ സ്കൂളിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയും അവൻ്റെ കൂട്ടുകാരനോടും ചേർന്നുകൊണ്ടായിരുന്നു. ആ കൂട്ടുകാരനും ആ സ്കൂളിൽ പഠിച്ചിറങ്ങിയ വ്യക്തിയായിരുന്നു. ഇവർ മോഷണ ശ്രമവും പുതിയ മോഡൽ ബൈക്ക് വാങ്ങാനും മൊബൈൽ വാങ്ങുന്നതിനും വേണ്ടി മാഡത്തിൻ്റെ കയ്യിൽ ബാഗിൽ എന്നും ക്യാഷ് ഉണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ അറിഞ്ഞുകൊണ്ട് ചെയ്തതായിരുന്നു. മാഡത്തിനെ പിന്തുടർന്നു മാഡം കതവ് തുറന്ന് അകത്ത് കയറിയപ്പോൾ ഇവന്മാരും മതിൽ ചാടി മാഡം കാണാതെ അകത്ത് തന്നെ കയറി. ആ മാഡം ഫ്രഷപ്പായി വന്നപ്പോൾ മാഡത്തിനെ പിടിച്ച് കുത്തിക്കൊന്നു. 27 കുത്തു. നോക്കൂ, ഇതിനകത്തൊരു പറയുന്നത്, ഇത് ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നതോ സിനിമ കാണുന്നതോ യൂട്യൂബ് സെർച്ച് ചെയ്തുമൊക്കെ കിട്ടുന്ന അറിവുകൾ. കുട്ടികൾക്ക് ഫോൺ കൊടുക്കരുതെന്ന് പേരൻസിനോട് എല്ലാവരും പറയുന്നുണ്ട്. പേരൻസ് ഉടനെ സ്കൂളിലോട്ട് വിളിച്ച് പറയും കുട്ടികൾ ഫോൺ കാണുന്നെന്ന്. ഫോൺ ആരുടെയാണ്? പേരൻറ്റിൻ്റെ. എവിടെ ഇരുന്ന് കാണുന്നു? വീട്ടിലിരുന്ന് കാണുന്നു. അപ്പം കൊടുത്തതാരാണ്? പേരൻറ്റ്. പഴിയാർക്കാണ്? ടീച്ചറിന്. ഇതാണ് കാലം. സ്വന്തം കുട്ടികൾ തെറ്റ് ചെയ്താൽ അത് തിരുത്താൻ ശ്രമിക്കാതെ ആ തെറ്റുകൾ മറ്റുള്ളവരുടെ മണ്ടയ്ക്കിട്ടിടാനാണ് ഇപ്പോൾ പരമാവധി പേരൻസ് ശ്രമിക്കാറുള്ളത്. സ്വന്തം മക്കളെ നിയന്ത്രിക്കാറില്ല. വെറും 10ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ 14 വയസ്സ് 15 വയസ്സുള്ള കുട്ടി 50 വയസ്സുള്ള ഒരു മാഡത്തിനെ 2 കുട്ടികൾ ചേർന്ന് കൊല്ലുക എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ എന്ത് സമാനം പറയും? ഇപ്പം കേരളത്തിലൊരു അപ്പൂപ്പനെ കൊന്നിരിക്കുന്നത്. 55 വയസ്സുള്ള അപ്പൂപ്പനെ കൊച്ചുമോള് കൊന്നു, കൊട്ടേഷൻ സംഘമായിട്ട് ചേർന്ന്. വെറും 13 വയസ്സുള്ള പെൺകുട്ടി. ഇതിന് കാലം എവിടോട്ട് പോകുന്നു? കലികാലമാണ്. ദയ, കാരുണ്യം, വിവരം, ബോധം ഇതൊന്നും ഇല്ല. നമ്മൾ പേരൻസിനോട് കുട്ടികളെക്കുറിച്ച് വല്ലതും കാര്യങ്ങൾ പറയുമെങ്കിൽ ആ പേരൻസ് ഉടനെ വേറെ കുട്ടികളെ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിച്ച് ആ പറയുന്ന ഏത് ആസ് എ ടീച്ചർ ഞാൻ പറയുന്നതാണ്, ആ ടീച്ചറിൻ്റെ മണ്ടക്കോട്ട് കംപ്ലൈൻറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. സ്വന്തം മക്കളെ പറഞ്ഞു തിരുത്താൻ ശ്രമിക്കാറില്ല. അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ തന്നെ പറയുന്നതാണ്. കുട്ടികൾ തെറ്റ് ചെയ്താൽ അത് തെറ്റാണെന്ന് നമ്മൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോഴും കുട്ടികൾ വീട്ടിൽ ചെന്ന് കള്ളം പറഞ്ഞു കൊടുക്കും. ആ കള്ളത്തിൻ്റെ കൂടെ കുറച്ചുകൂടെ പേരൻസ് ഇട്ട് കൂട്ടി സ്കൂളിൽ വന്ന് ബഹളം ഉണ്ടാക്കുകയാണ്. ഇതാണ് നടക്കുന്നത്. ഇങ്ങനത്തെ കുട്ടികൾ ഭാവിയിൽ ജയിലിൽ പോകത്തേ ഉള്ളൂ. കാര്യം അവർക്ക് ഫ്യൂച്ചർ ഉണ്ടാകത്തില്ല. കാര്യം പേരൻസിൻ്റെ സപ്പോർട്ടോടുകൂടി ഈ പിള്ളേർ വഴിതെറ്റി പോവുകയാണ്. കഞ്ചാവിന് ആണും പെണ്ണും എന്നൊന്നുമില്ല. കുഞ്ഞു ക്ലാസ് മുതലേ, ഈവൻ 3ാം ക്ലാസ് മുതലേ പിള്ളേർക്ക് ഇങ്ങനത്തെ അറിവ് ബോധങ്ങളുണ്ട്. വേണ്ടാത്ത കാര്യങ്ങൾക്ക് അല്ലാതെ പഠിച്ച് പേരൻസും ആ കുട്ടികളെ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം, ഉയർന്ന ഉദ്യോഗങ്ങൾ എത്തിച്ചേരണം, ഡോക്ടറാകണം, വക്കീലാകണം, ടീച്ചറാകണം, പോലീസുകാരനാകണം എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് മോട്ടിവേറ്റ് ചെയ്യാറില്ല. വളരെ മൈനറായിട്ടുള്ളൊരു ചെറിയ % പേരൻസ് സ്വന്തം കുട്ടികളെ നല്ല നിലയിൽ എത്തിക്കണം എന്നുള്ളൊരു ആലോചനയുണ്ട്. ഇതാണ് സമൂഹത്തിൽ നടക്കുന്നത്. ആ മാഡത്തിന് സ്കൂളിൽ വെറും 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ, 10ൽ ഒരു കുട്ടി കഴിഞ്ഞ വർഷം പഠിച്ചിറങ്ങിയതാണ്. ഒരാൾ ഇപ്പോൾ 10ാം ക്ലാസ്സിലാണ്. അതിനകത്ത് വേറൊരു റീസണൂടെ പറഞ്ഞത്, ഈ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി അവൻ്റെ നടപടി, അവൻ്റെ സ്വഭാവം ശരിയല്ലാത്തതിന് അവൻ്റെ വീട്ടുകാരെ വിളിപ്പിച്ച് TC കൊടുത്ത് പറഞ്ഞു വിട്ടിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ വന്ന് റിക്വസ്റ്റ് ചെയ്തതിന് ശേഷം ഇവനെ റീഅഡ്മിഷൻ ചെയ്തതാണ്. അതിൻ്റെ വൈരാഗ്യം കൂടെ അവന് ഈ ടീച്ചറിൻ്റെ മേളിലുണ്ടെന്ന്. അപ്പോൾ അതെല്ലാം കൂടെ, അതും പിന്നെ മോഷണവും കൂടെ രണ്ടും കൂടെ ഉദ്ദേശിച്ചു കൊണ്ടാണ് പൈസ വലിയ ബൈക്ക് മേടിക്കാനും വലിയ മൊബൈൽ വാങ്ങുന്നതിനും വേണ്ടി ആ മാഡത്തിനെ ഇത്ര ക്രൂരമായിട്ട് കൊന്നു. ഇവരെയൊക്കെ ഒരു കൈയും ഒരു കാലും വെട്ടിയിട്ട് പൊതുനിരത്തിലിട്ടേക്കണം. കൊല്ലരുത്, എൻകൗണ്ടർ ചെയ്യരുത്. ശിക്ഷയ്ക്ക് കോടതിക്ക് പറഞ്ഞു വിട്ടാൽ മൈനറാന്നും പറഞ്ഞുകൊണ്ട് ജുവനൈൽ ഹോമിൽ പറഞ്ഞു വിടും. ഇവനൊക്കെ കുറേ നാൾ കഴിഞ്ഞിട്ട് പിന്നെ ഇറങ്ങി വരുന്നത്. അതിന് അനുവദിച്ചു കൊടുക്കരുത്. വിദേശ രാജ്യങ്ങളിലുള്ളവർ, അറേബ്യൻ കൺട്രീസുള്ള ശിക്ഷാ നടപടികൾ തന്നെ വേണം. കയ്യും കാലും വിട്ടേക്കുക, വേറെ ഒന്നും ചെയ്യേണ്ട. ഒരു ശിക്ഷ അതിൽ കൂടുതൽ കൊടുക്കണ്ട. ഒരു കാലും വേണ്ട, ഒരു കൈയും വേണ്ട, വിട്ടേക്കുക.
ഒരു സമൂഹത്തിനൊരു മെസ്സേജ് ആയിരിക്കണം അത്. വേറൊരാൾ ഇനി അങ്ങനൊരു ക്രിമിനൽ കുറ്റം ചെയ്യാൻ ധൈര്യം വരരുത്. അതുപോലുള്ള ശിക്ഷ നമ്മുടെ നാട്ടിലുണ്ടാകണം. അതില്ലാത്തതിൻ്റെ കുഴപ്പമാണ് ഈ നടക്കുന്നതെല്ലാം. കുട്ടികൾക്ക് പേടിയില്ലാതായി മാറി, ഒരു ഭയവും ഇല്ലാതായി മാറി കുട്ടികൾക്ക്. അത് മറ്റുള്ളവരും അവരെ പറഞ്ഞ് ഒരു തെറ്റ് ചെയ്താൽ ശിക്ഷ കിട്ടുമെന്നുള്ളൊരു കാര്യം പിള്ളേരെ പറഞ്ഞ് മനസ്സിലാക്കണം. അതില്ല. അത് കാര്യം രാജ്യത്ത് നടക്കുന്നതുകൊണ്ടാണ്. ഏത് ക്രിമിനൽ കുറ്റം ചെയ്താലും അവൻ കുറേ നാൾ കഴിയുമ്പോൾ ഇറങ്ങി അവൻ വിലസി നടക്കുന്നത് കാണുന്നു. ഇതാണ് വേറൊരാളിനെ കൂടെ കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. കഠിനമായ ശിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അതൊരിക്കലും റിപ്പീറ്റ് ആകത്തില്ല. എന്തൊക്കെയാലും വളരെ കഷ്ടമായ ഒരു കാര്യമാണ് ഇപ്പോൾ നടന്നത്.